നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടിട്ട് ഉണ്ണിയപ്പം ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഉണ്ണിയപ്പം അല്ല, റവയും ചോക്ലേറ്റും ചേർത്തിട്ടുള്ള ഒരു കേക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കാണുമ്പോൾ ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റവ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ റവയുടെ ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും കേക്കിൻ്റെ ഇൻസൈഡിൽ. അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റവ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ആ റവയുടെ തരിതരിപ്പ് ഉണ്ടാവില്ല. പക്ഷെ ഫൈൻ പൗഡറായിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കാതെ ചെറിയൊരു തരിതരിപ്പുള്ള രീതിയിൽ, ഏറ്റവും നൈസായിട്ടുള്ള ഒരു തരിതരിപ്പുള്ള രീതിയിൽ പൊടിച്ചെടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. ചോക്ലേറ്റിന് സാധാരണ ചോക്ലേറ്റ് കേക്കിന് ഒരു മീഡിയം മധുരം ഉണ്ടാവാറുള്ളൂ. ഞാനൊരു മീഡിയം മധുരമുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതലായിട്ട് ചേർക്കുക. പിന്നെ പൊടിച്ച പഞ്ചസാരയുടെ അളവ് പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ കേക്കിന് കമൻസ് വരാറുണ്ട്, പൊടിച്ച പഞ്ചസാരയും പൊടിക്കാത്ത പഞ്ചസാരയും ഒരേ അളവിലെടുത്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയും പൊടിക്കാത്ത പഞ്ചസാരയും ഒരേ അളവിലെടുത്തിട്ടുണ്ടെങ്കിൽ അളവ് വ്യത്യാസം വരും. പൊടിച്ച പഞ്ചസാര എന്ന് പറയുമ്പോൾ ആ അതേ അളവിൽ പൊടിക്കാത്ത പഞ്ചസാര എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം നന്നായിട്ട് കൂടി വരും. ഒരു 1/4 ഭാഗത്തിൽ മേലെ മധുരം കൂടി വരും. അതുകൊണ്ട് എപ്പോഴും മധുരം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ കേക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ സെയിം കേക്ക് നമുക്കിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെ ഒഴിച്ചിട്ട് ഉണ്ടാക്കണം എന്നില്ല. നമ്മുടെ കേക്ക് മോൾഡിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. അതൊന്നും കുഴപ്പമില്ല. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനൊരു ചേഞ്ചിന് വേണ്ടിയും കുട്ടികൾക്ക് കാണാനൊരു ഭംഗിക്ക് ഉണ്ണിയപ്പം പോലെ ഇരിക്കുമ്പോൾ കാണാനൊരു വെറൈറ്റി അല്ലേ, അങ്ങനെ ഒരു ചേഞ്ച് ആയിട്ട് അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് കേക്ക് മോൾഡിൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റവ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, അതുപോലെ കുറച്ച് പാലുമാണ്. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക, കുറച്ച് ഇൻഗ്രീഡിയൻസ്. അതിന് ശേഷമാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത് മിക്സിങ്ങിൻ്റെ. അപ്പോൾ ഈ റവയിലേക്ക് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവായിരിക്കണം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും. 1/2 കപ്പ് തൈര്, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ മൈദയൊക്കെ ഇപ്പോൾ നമ്മൾ ചേർക്കില്ല കേട്ടോ. ഇതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം മാത്രമേ മൈദയൊക്കെ ചേർക്കുള്ളൂ. അപ്പോൾ പഞ്ചസാര പൊടിച്ച് ചേർക്കാം. പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ഗ്രാനുൾസ് ആയിട്ട് ചേർക്കണം. പൊടിക്കാതെ ചേർക്കുകയാണെങ്കിൽ 1/2 കപ്പ് മതി. അതാണ് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുന്ന കാര്യം. അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇതിൽ നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർക്കാം. ഇതൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ വേഗം നമുക്ക് നന്നായിട്ട് മിക്സ് ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ റവയും തൈരും എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇതൊരു 20 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, എല്ലാം ലെവലായിട്ട് എടുക്കണം. എടുക്കുമ്പോൾ അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. നമ്മളെല്ലാ കേക്കിലും മധുരം ബാലൻസ് ചെയ്യാനാണ് ഈ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് അരിച്ച് ചേർക്കുക.
ഇതെല്ലാം ചേർത്ത് നമുക്കൊരു സ്പൂണോ വിസ്കോ യൂസ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ്. അതേ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാനാണ് പാല് ചേർക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന പൊടികൾ ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വ്യത്യാസം വരാം പൊടികളുടെ അളവിലും അതുപോലെ പാലിൻ്റെ അളവിലും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഷറിംഗ് കപ്പിൽ വ്യത്യാസം വരുമ്പോഴാണ് പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നത്. ഞാനിപ്പോൾ 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ 250 ml കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാലിൻ്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസം വരാം. കുറച്ചായിട്ട് നമുക്ക് പാല് ചേർത്തൊന്ന് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ വറുത്ത റവയാണെങ്കിൽ ഈ പാലിൻ്റെ അളവൊക്കെ കൂടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന് ചെറിയൊരു പൊട്ടൽ വരാൻ സാധ്യതയുണ്ട് വറുത്ത റവയാണെങ്കിൽ. വറുക്കാത്ത റവയാണെങ്കിൽ ആ പൊട്ടൽ വരില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വറുക്കാത്ത റവ എന്ന് എടുത്ത് പറഞ്ഞത്. കുറച്ചുകൂടി പാല് ചേർക്കാം. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ മതിയല്ലോ. പിന്നെ നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് വയ്ക്കാം കേട്ടോ. 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് മതി മാക്സിമം. അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കാം. 5 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റവ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വരാനാണ് 5 മിനിറ്റ് ടൈം പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ പാനിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഓവനിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രഷർ കുക്കറിൽ ഉപ്പോ ചരലോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ കേക്ക് ഉണ്ടാക്കുന്ന രീതി നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ടാക്കാം ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ കുറച്ചായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുഴികൾ നിറയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ട. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. പൊങ്ങി വരുമല്ലോ, അതുകൊണ്ടാണ് 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നിങ്ങളൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക ടൂത്ത് പിക്കിൽ പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ടൂത്ത് പിക്കിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ മിക്സ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്കൊരു സ്ക്യൂവർ എടുത്തിട്ട് പതുക്കെ ഒന്ന് കുത്തി നോക്കാം. സ്ക്യൂവറിൽ ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ മാറ്റുന്നത് ഈ നടുഭാഗത്തുള്ള കേക്കുകളാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സാധാരണ കേക്ക് കുക്കാവുന്ന പോലെ തന്നെ. നടുഭാഗത്തുള്ളത് മാറ്റാന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബർണറിൽ തീ ഉള്ളത് നടുഭാഗത്താണല്ലോ, അതുകൊണ്ടാണ് ഞാൻ നടുഭാഗത്തുള്ളത് ആദ്യം മാറ്റുക എന്ന് പറഞ്ഞത്. അതിന് ശേഷം സൈഡിലുള്ളത് മാറ്റുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ ചൂടോടുകൂടി നിങ്ങൾ അടിഭാഗത്ത് തൊട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും. പക്ഷേ ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് അടിഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ടോട്ടൽ കേക്ക് തന്നെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വീണ്ടും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അടുത്തടുത്ത ഓരോ ബാച്ചുകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു 4-5 ബാച്ചായിട്ട് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാവും കേട്ടോ ഇത്. ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. ഇനി നമുക്ക് കേക്ക് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം കേക്കുകളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ചൂട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഈ കേക്കിൻ്റെ അടിഭാഗത്തൊക്കെയുള്ള ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും സോഫ്റ്റാണ്, പക്ഷെ കുറച്ച് കൂടുതലായിട്ട് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ട്. ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും അടിഭാഗം. ചൂട് മാറിയിട്ട് കഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ കേക്ക് കഴിക്കുന്ന അതേ ഫീലിൽ കഴിക്കാം. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. പിന്നെ കേക്ക് കുക്കായിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കൂ. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ. അപ്പോൾ എനിക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 35 കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 35 കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് വാട്സാപ്പ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.